ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉപകാരപ്പെടട്ടെ അല്ലെങ്കിൽ ഒരു ജീവിക്ക് ഒരു സഹായമാകട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത ഒരു കാര്യം നമുക്ക് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ പാരയായിട്ട് മാറിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് നിങ്ങളെ കാട്ടാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റി ഒരു ഷോർട്ടാക്കി ആക്കിയിട്ട് കഴിഞ്ഞാൽ അടിപൊളി നല്ല ക്യൂട്ടായിട്ട് നല്ല വ്യൂ ഒക്കെ കിട്ടാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പക്ഷെ അത് മാത്രമാണോ അതിന്റെ പിറകില്? പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ഒന്നറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരമ്മ പട്ടിക്കുണ്ടായി 8 കുഞ്ഞുങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒറ്റ അമ്മയിലുണ്ടായി 8 കുഞ്ഞുങ്ങൾ. ഇത്രയും പട്ടിക്കുഞ്ഞുങ്ങൾ ഒറ്റ അടിക്ക് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഒരു 5-6 കുഞ്ഞുങ്ങൾ വരെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടു. പക്ഷെ ഇത് 8 കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കുക. ആകെ ഒരു പെട്ട അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുള്ളത്. കാരണം ഇതിനു മുമ്പ് ഇതുപോലൊരു പട്ടി വന്നു കയറുകയും ഞങ്ങളെന്താ പറയാ, നമ്മള് മിണ്ടപ്രാണികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിപ്പോയി. അത് ജന്മം ഉണ്ടായതാ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫുഡ് കൊടുക്കും. അത് ഇതുപോലെ നമ്മുടെ വീടിന്റെ എവിടെയെങ്കിലും വന്നിങ്ങനെ കയറി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടിട്ട് അതിന്റെ വഴിക്ക് അങ്ങ് പോകും. പക്ഷെ ഇതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കാണുന്ന നെയ്ബേഴ്സ് ഒന്നും ഒരു രീതിയിലും നമ്മളോട് അടുക്കുന്നില്ല. ഇതിനു മുമ്പ് 3 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായി. അത് വേറൊരു പട്ടിയായിരുന്നു. അപ്പൊ അത് 3 കുഞ്ഞുങ്ങളുണ്ടായതിനും അവർക്ക് എല്ലാവർക്കും കൂടി ദേഷ്യം വന്ന് നമ്മൾ ഇത് ഫുഡ് കൊടുക്കുന്നുണ്ടാണ്. ഇവര് നമ്മളോട് നേരിട്ട് പറയുന്നില്ലെങ്കിലും നമുക്കിത് മനസ്സിലാവുന്നുണ്ട് ഇവർ ഇതൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ 3 കുഞ്ഞുങ്ങളുണ്ടായി. എന്നിട്ട് ആ പട്ടീനെ കൊണ്ട് കുറച്ച് ശല്യമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, മറ്റുള്ളവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ. അപ്പൊ ശല്യം എന്ന് വെച്ചാൽ വേറെ രീതിയിലല്ല, കുറച്ച് ചെളിയാക്കി ഇടുക, അങ്ങനെ വൺ ടൈം എന്തോ വൊമിറ്റ് ചെയ്തിടുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് ഒപ്പിച്ച് വെച്ചാ പട്ടി. അപ്പൊ അങ്ങനെ ഇതിന് എല്ലാവർക്കും കൂടെ അങ്ങ് പിടിവിട്ട് ഈ പട്ടി ഇങ്ങനെ എന്തോ ആ പട്ടി തന്നെയാണെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പൊ ഇതിന് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഒരു പെട്ടിക്കത്താക്കി കൊണ്ടുപോവാ. എവിടെയാന്ന് വെച്ചാൽ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കളയാനാന്ന് പറഞ്ഞു. എനിക്കത് കണ്ടതിന് ആകെ ദേഷ്യം വന്നു. സംഭവം ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടപ്രാണികളാണെങ്കിലും ഒരു ജീവൻ തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത് അവിടെ വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു. അത് ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഡോഗ് റിലേറ്റഡ് ആയിട്ടുള്ള അനിമൽസ് റെസ്ക്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എവിടെ വിളിച്ചാലും ഇപ്പോൾ കൊണ്ടുപോകത്തൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവർക്ക് ഇതിനെ എവിടെ കൊണ്ട് ഇവർ വെക്കും? കാരണം ഇഷ്ടം പോലെ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാത്തിനും നോക്കാനുള്ള ക്യാഷ് ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. എങ്കിലും അന്വേഷിച്ച് ഒരു ടീമിനെ കണ്ടെത്തി അവര് കൊണ്ടുപോക്കളാന്ന് പറഞ്ഞു. അപ്പൊ അവര് കൊണ്ടുപോക്കളാന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ് 2000 രൂപ കൊടുക്കണം, വണ്ടിക്കാശയിലും കൊടുത്തു വരണം എന്ന് പറഞ്ഞു. കാരണം കുറച്ച് ദൂരെ നിന്നായിരുന്നു. അങ്ങനെ അവര് അതിനെ കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ഇപ്പൊ പിന്നെ അടുത്ത പണിയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഇത്രയും കുഞ്ഞുങ്ങളുണ്ടായേക്കാം. അത് 3 ആയിരുന്നെങ്കിൽ ഇത് 8 കുഞ്ഞുങ്ങളാണ് ഉണ്ടായേക്കണത്. ആകെ എന്താ പറയാ, പെട്ടൊരവസ്ഥയിലുള്ളത്. ഇതിപ്പം ഈ 8 കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. കണ്ണ് പോലും തുറന്നു വരുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ വീഡിയോയില്, കണ്ണ് പോലും തുറന്നു വരുന്നതേ ഉള്ളൂ. അതിപ്പോ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. കാരണം വെച്ചാൽ ഇതിന്റെ മുമ്പ് ഒരു ദിവസം ഏതൊരു വഴിയിൽ ഇങ്ങനെ ഒരു ഡോഗിന് സുഖമില്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ പലയിടത്ത് വിളിച്ച് പലയിടത്ത് കിട്ടിയെങ്കിലും ഒരാൾ പോലും അതിനെ കൊണ്ടുപോകാൻ പോലും വന്നിട്ടില്ല. പിന്നെ അടുത്ത ദിവസം നോക്കി അതിനെ കണ്ടൊന്നുമില്ല. അത് എവിടെ പോയിന്ന് അറിയില്ല. ഇതിങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഇതിനായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിനോടൊക്കെ എന്തെങ്കിലും ഒരു കൈൻഡ്നെസ് നമ്മൾ കാട്ടിയാലും അതിനൊന്നും എന്ത് വാല്യുബിൾ ആവുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലില്ല ഇതിനെ സംരക്ഷിക്കാനോ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഫുഡ് ഇപ്പൊ ഇത് നമ്മുടെ വീടിന്റെ അടുത്തല്ല വേറെ എവിടെയെങ്കിലൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവിടെ ഫുഡ് കൊണ്ടു കൊടുക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പം ഈ തള്ളപ്പട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കണമെന്ന് വെച്ചാൽ തന്നെ നമുക്ക് പറ്റാത്ത അവസ്ഥയില്ല. കാരണം വെച്ചാൽ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളായിട്ട് വലിയ വഴക്കാവും, പ്രശ്നങ്ങളാവും. ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്.
അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് വിചാരിച്ചിരിക്കണേ. ഇത് കണ്ണൊന്ന് തുറക്കുന്നോടം വരെ എങ്ങനെയാലും തട്ടിമുട്ടി ഇതിനെ കൊണ്ടുപോയിട്ട് എങ്ങനെയാലും ഇതുപോലെ ഇനിയും കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എന്ത് പറയാനാ, ആളുകൾക്ക് എപ്പോഴും സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്. ഇപ്പം മിണ്ടപ്രാണികൾ എന്നൊന്നുമില്ല, മനുഷ്യർക്ക് മാത്രമുള്ളതാണ് ഈ ഭൂമി എന്നുള്ളൊരു രീതിയിലാണ് ആളുകളൊക്കെ പെരുമാറുന്നത്. ഈ പറയുന്ന ആളുകളൊക്കെ പള്ളിയിൽ നടക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, അതൊക്കെ ചെയ്യുന്നത് എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? സത്യമായി ഞാൻ ചോദിക്കാം, പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, നിങ്ങൾ എന്താണ് ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് കുറച്ച് നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം. അല്ലാതെ അവിടെ പോയി മുട്ടിപ്പയുന്നത് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ കാണിക്കയിലോ പൈസ കിട്ടുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ മനുഷ്യരെ ഇത് എന്ന് ഈ കാര്യം മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ജീവികളോട് മര്യാദയ്ക്കും അവരോട് ഒരു എന്താ പറയുക, അവരെ കൈൻഡായിട്ട് പെരുമാറാൻ മനുഷ്യർ പഠിക്കാതെ നിങ്ങൾ എവിടെ പോയി മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോലെ ഇങ്ങനെ പെരുമാറുന്നവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളെ കാട്ടി തന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ എങ്ങനെ പെരുമാറിയാലും ഒരുപാട് നമ്മളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. എന്തായാലും ഓവർകം ചെയ്തല്ലേ പറ്റുള്ളേ. എന്താണെങ്കിലും ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.